ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള 2 റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡയറ്റിൽ അങ്ങനെ പതിവുള്ള ഒന്നല്ല മധുരക്കിഴങ്ങ്. എന്നാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും ഇതിൻ്റെ പോഷകഗുണങ്ങളെക്കുറിച്ച് പലർക്കും ധാരണയില്ല. ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയും നല്ലൊരു കലവറ കൂടിയാണിത്. ബീറ്റ കരോട്ടിൻ, വിറ്റാമിൻ B6, വിറ്റാമിൻ C, പൊട്ടാസ്യം, അയൺ, കാൽസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എന്നിവയും മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങിൽ കലോറിയുടെ അളവ് കുറവായതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാനും വളരെയധികം ഇത് സഹായിക്കും. 100 ഗ്രാം മധുരക്കിഴങ്ങിൽ വെറും 86 കലോറി മാത്രമാണ് ഉള്ളത്. കൂടാതെ പ്രോട്ടീനും ഫൈബറുമൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇവ ശരീരഭാരം നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ ചർമ്മത്തിലെ ചുളിവുകളെ ഇല്ലാതാക്കുകയും കൂടുതൽ വരുന്നത് തടയുകയും ചെയ്യും. വിറ്റാമിൻ സിയും എയും ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. വിറ്റാമിനുകളുടെ കലവറ കൂടിയായ ഈ കിഴങ്ങ് അത്തരം പ്രശ്നങ്ങളും പരിഹരിക്കും. മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും നല്ലതാണ്. വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. പ്രായമാകുന്നത് കാരണമുള്ള കാഴ്ചപ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഇത് നല്ലതാണ്. വിറ്റാമിൻ B6 ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു. ഫൈബർ ധാരാളമുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും. അസിഡിറ്റി, വയർ വീർത്തിരിക്കുക, മലബന്ധം തുടങ്ങിയവ തടയാൻ മധുരക്കിഴങ്ങ് പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം. വയറിൻ്റെ ആരോഗ്യത്തിനും മധുരക്കിഴങ്ങ് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അതുപോലെ പ്രമേഹ രോഗികൾ മധുരക്കിഴങ്ങ് കഴിക്കാൻ മടിക്കാറുണ്ട്. എന്നാൽ ഗ്ലൈസീമിക് സൂചിക വളരെ കുറഞ്ഞ ഭക്ഷണമാണ് മധുരക്കിഴങ്ങ്. കൂടാതെ ഇവയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പ്രമേഹ നിയന്ത്രണത്തിനും നല്ലതാണ്. മിതമായ അളവിൽ കഴിക്കണമെന്ന് മാത്രം. ഇത്രയും ഗുണങ്ങളുള്ള മധുരക്കിഴങ്ങ് കൊണ്ട് വിവിധ തരത്തിലുള്ള രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ചോറിന് സൈഡ് ഡിഷായി കഴിക്കാൻ നല്ല രുചിയുള്ള മധുരക്കിഴങ്ങ് പൊടിമാസും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയ മധുരക്കിഴങ്ങ് ചപ്പാത്തിയുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് മധുരക്കിഴങ്ങ് പൊടിമാസിനും ചപ്പാത്തിക്കും കൂടി ഇത് പുഴുങ്ങിയെടുക്കാം. ആദ്യം മധുരക്കിഴങ്ങ് നല്ലപോലെ കഴുകിയെടുക്കുക. മണ്ണിനടിയിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങായതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം മണ്ണുണ്ടാകും. മധുരക്കിഴങ്ങ് 2 സൈഡും മുറിച്ചു മാറ്റിയ ശേഷം ഇതുപോലെ വലിയ പീസായി മുറിച്ച് കുക്കറിലേക്ക് ഇടാം. ഇനി ഇത് മുങ്ങിക്കിടക്കത്തക്കവണ്ണം വെള്ളമൊഴിക്കുക. 1 സ്പൂൺ കല്ലുപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി കുക്കർ അടച്ച് വേവിക്കുക. ആവി വന്നതിന് ശേഷം വെയിറ്റിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് പൊടിമാസിനുള്ള സവാള തോൽ കളഞ്ഞ് നീളത്തിൽ മുറിച്ച് വയ്ക്കാം. 1 സവാളയാണ് ഇതിന് വേണ്ടത്. ഇനി 2 പച്ചമുളക് 2ആയി മുറിച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ സ്റ്റീം അടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് മധുരക്കിഴങ്ങ് വെള്ളമില്ലാതെ എടുത്തു വയ്ക്കുക. കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തോൽ കളഞ്ഞെടുക്കാം. 2 മധുരക്കിഴങ്ങിൽ 1 മധുരക്കിഴങ്ങാണ് പൊടിമാസിന് യൂസ് ചെയ്യുന്നത്. ബാക്കി 1 നമ്മൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കാം. ഇനി ഇത് അരിഞ്ഞെടുക്കുക. മധുരക്കിഴങ്ങ് നല്ലപോലെ വെന്തതുകൊണ്ട് പൊടിഞ്ഞാണ് കിട്ടുക. അപ്പോൾ നമുക്ക് പൊടിമാസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ തവി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതും അരിഞ്ഞു വെച്ച സവാള ഉലർത്തി ഇട്ട് കൊടുക്കുക. കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കുക. നമ്മൾ മധുരക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. അതുകൊണ്ട് സവാളയ്ക്ക് ആവശ്യമായ 1/4 സ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. സവാള ബ്രൗണൊന്നും ആവേണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക.
ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. എരിവിന് പച്ചമുളക് ചേർത്തിരുന്നു. അതുകൂടാതെ 1 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലി കടകളിൽ വാങ്ങിക്കുവാൻ കിട്ടും. അല്ലെങ്കിൽ വറ്റൽ മുളക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് സാദാ മുളക് പൊടിയേക്കാൾ എരിവ് കുറവാണ്. കൂടാതെ നല്ല റെഡ് കളറാണ് താനും. അതുകൊണ്ട് ഡിഷിന് നല്ല റെഡ് കളർ കിട്ടാനും കൂടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. എരിവ് ഓരോരുത്തരുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇനി ഇത് നന്നായി ഉലർത്തിയെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാനും നല്ല സ്വാദാണ്. അതുപോലെ ചോറിനും സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനി നമ്മൾക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് കിടിലൻ രുചിയിൽ ഒരു ചപ്പാത്തി തയ്യാറാക്കാം. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ആസ്വദിച്ച് കഴിക്കുന്ന ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ വേവിച്ച് മാറ്റിവെച്ച മധുരക്കിഴങ്ങ് തോല് കളഞ്ഞെടുക്കുക. ഇനി ഇത് കൈകൊണ്ടോ മാഷർ കൊണ്ടോ ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്, കൂള് പോലെയാവും ഇത്. ഇനി ഇത് കുറച്ചുകൂടി വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മുളക് പൊടി, മധുരക്കിഴങ്ങിൽ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട് എങ്കിലും ഗോതമ്പ് മാവിനുള്ള 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പ് കൂടരുത്. ഇനി 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1/2 സ്പൂൺ ആംചൂർ പൗഡർ അഥവാ ഡ്രൈ മാംഗോ പൗഡർ ഇതുണ്ടെങ്കിൽ ചേർക്കുക. 1/2 സ്പൂൺ കസൂരി മേത്തി അതായത് ഉലുവച്ചീര ഉണങ്ങിയത്. ഇത് കൈകൊണ്ട് തിരുമ്മി ചേർക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ ഓമം കൂടി ചേർക്കുക. ഓമം ചേർക്കുന്നത് നല്ല മണത്തിനും കൂടാതെ ദഹനത്തിനും നല്ലതാണ്. ഞാൻ ഓമം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ മണവും സ്വാദും ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കിലോ അതായത് 250 ഗ്രാമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വെള്ളമൊഴിക്കാതെ കൈകൊണ്ട് നന്നായി കുഴയ്ക്കുക. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ കറക്റ്റ് ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴയ്ക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കുഴയ്ക്കുക. ഇനി മാവിൽ വെള്ളം കൂടുതലാണെങ്കിൽ ഗോതമ്പ് മാവ് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായി കുഴയ്ക്കണം. ഇനി 1 സ്പൂൺ എണ്ണ മേലെ തൂവി ഒന്നുകൂടി കുഴച്ച് അടച്ച് 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം ഒന്നുകൂടി മാവ് കുഴയ്ക്കുക. ഇനി മാവിൽ നിന്നും ചെറിയ ഉരുളകൾ ഉരുട്ടി മൈദാ മാവോ ഗോതമ്പ് മാവോ തൂവി പരത്തുക. ഞാൻ മൈദാ മാവാണ് ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഗോതമ്പ് മാവാണ് ഇഷ്ടമെങ്കിൽ അത് തൂവി പരത്തുക. ഇനി ഇത് ഒരു ഭംഗിക്ക് വേണ്ടി ഷേപ്പ് ചെയ്യുന്നുണ്ട്. പരത്തിയ ചപ്പാത്തിയുടെ മുകളിൽ മൂടി വെച്ച് അമർത്തി ഷേപ്പ് ചെയ്യുക. സൈഡിലുള്ള മാവെല്ലാം എടുത്ത് ചപ്പാത്തി മാവിൻ്റെ കൂടെ ചേർത്ത് കുഴച്ച് വീണ്ടും പരത്താം. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ നല്ലപോലെ ചൂടായിട്ട് വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കുവാൻ. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ചപ്പാത്തി ചുടാൻ. ഇനി ചപ്പാത്തിയുടെ മുകളിൽ നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം. ചുക്ക ചപ്പാത്തിയാണ് ഇഷ്ടമെങ്കിൽ എണ്ണയില്ലാതെ തന്നെ ചുട്ടെടുക്കാം. 2 സൈഡും നല്ലപോലെ മുരിഞ്ഞു വരുമ്പോൾ കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാ ചപ്പാത്തിയും പരത്തിയ ശേഷം ചപ്പാത്തി കല്ലിൽ ചുട്ടെടുക്കാം. ചപ്പാത്തി പരത്തി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഒരു ചപ്പാത്തി ചുടുന്ന നേരം കൊണ്ട് അടുത്ത ചപ്പാത്തി പരത്താം. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് പരത്തണം. ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാ ചപ്പാത്തിയും പരത്തിയ ശേഷം ചുട്ടെടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാ ചപ്പാത്തിയും പരത്തി ചുട്ടെടുത്തിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് മീഡിയം സൈസിലുള്ള 6 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. 2 ആൾക്കുള്ള അളവിലാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് അളവുകൾ കൂട്ടുക. ഇത് പനീർ ബട്ടർ മസാല, മുട്ടക്കറി, ചിക്കൻ കറി, മഷ്റൂം കറി എന്നിവയ്ക്കെല്ലാം നല്ലൊരു കോംബോ ആണ്. നല്ല സ്വാദുള്ള ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.
കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.